ഒബ്വിയസ്ലി എനിക്ക് ഹേർട്ട് ടച്ചിങ് ആയിരുന്നു. മൈൻഡിൽ എന്തായാലും തങ്ങി നിൽക്കുന്ന ഒരു മൂവി ആയിരിക്കും. നല്ല സിനിമയാണ്, നല്ല ഫീൽ ചെയ്ത നല്ല സിനിമയാണ്, നല്ല പടമാണ്. ശരിക്കും സൗം അറിയേണ്ട സ്റ്റോറിയാണ്, ഒറ്റപ്പെടലാണ്. ഈ കാലഘട്ടത്തിന് ആവശ്യമായ സിനിമയാണ്. ഒരു സമൂഹത്തിന് ഒരു കുടുംബസമേതം കാണാൻ പറ്റിയ സിനിമ. തീർച്ചയായിട്ടും. ഓക്കെ ഓക്കെ. അതിന്റെ കഥ അതേ രീതിയിൽ പോയിരിക്കുന്ന കഥയാണ്. അതെ 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 തീർച്ചയായും. ഇതിൽ ഏറ്റവും കൂടുതൽ അഭിനയം പടം അതിഗംഭീരമെന്നല്ല, സാധാരണ ആൾക്കാർക്ക് കണ്ടിരിക്കാൻ പറ്റിയൊരു സിനിമയാണിത്. അല്ലാതെ ഭയങ്കര സംഭവമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ ഒരു കഥ, ആ ത്രെഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായൊരു കാര്യമാണ്. ഇപ്പോഴുള്ള തലമുറ കണ്ടാൽ അവർക്ക് എന്തെങ്കിലും രീതിയിൽ മനസ്സിൽ അതൊന്ന് മറ്റുള്ളവരുടെ അല്ല, നമ്മുടെ സ്വന്തം വീട്ടിൽ ഉള്ളവരുടെ തന്നെ മാനസികാവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ മദ്യവും മയക്കുമരുന്നും ഒക്കെ ആയിട്ട് നമ്മളുടെ ലൈഫ് നമ്മൾ സ്പോയിൽ ചെയ്യുമ്പം അതിൽ വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാർ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു കുടുംബം എങ്ങനെ തകർന്നു പോകും എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കഥ. അതെനിക്ക് ഭയങ്കര ഹേർട്ട് ടച്ചിങ് ആയിട്ടുണ്ടായിരുന്നു. ഇത് എൻ്റെ ഒരു സ്വന്തം അഭിപ്രായമാണ്, മറ്റുള്ളവർക്കൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അതെ, പല സ്ഥലത്തുനിന്ന് ഒരുമിച്ച് കൂടിയിട്ട് വന്നിട്ടുള്ള, എന്ന് വെച്ചാൽ നമ്മൾ രക്തബന്ധങ്ങളെ കാട്ടി സ്നേഹബന്ധത്തിൻ്റെ വില എന്താണെന്ന് മനസ്സിലാക്കുന്ന അങ്ങനെ ഒരു ത്രെഡാണിത് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ജീവിക്കുന്നതിനോടൊപ്പം മറ്റുള്ള ആൾക്കാരെയും കൂടെ നമ്മൾ ജീവിക്കാനൊരു സ്പേസ് അവർക്കും കൂടി കൊടുക്കുക. അവരെ പല കാരണങ്ങൾ കൊണ്ട് ഒറ്റപ്പെടുത്തുമ്പോൾ നമ്മുടെ ഈ സമൂഹം ഓരോരുത്തരെയും ഓരോ കണ്ണിൽ കാണുമ്പോഴത്തേക്കും ശരിക്കും അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് നമ്മളും കൂടെ ഒന്ന് ചിന്തിക്കുക. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവരോ ഒരു രീതിയിലും വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക്, അങ്ങനെ ഒരു സന്ദേശമാണ് എനിക്കിതിൽ തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഒരു മെസ്സേജ് ഇതിൽ കൊടുക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇന്നത്തെ കാലത്തെ പടം തന്നെയാണ്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാവരെയും. നന്ദി. എനിക്ക് പറയാനുള്ള ഈ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴേക്ക് സമകാല പ്രസക്തിയുള്ളൊരു കഥയാണിത്. കാരണം ഒരു 10 വീട് എടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊരു പത്മരാജനുണ്ട്. തീർച്ചയായും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമ ഇപ്പോഴത്തെ പുതുതലമുറ കാണണം. ഇതേമാതിരി പത്മരാജന്മാരുണ്ടാവരുത്. അതുകൊണ്ട് ഈ സിനിമ കാണണം. തീർച്ചയായും. അതായത് നമ്മുടെ മാതാപിതാക്കൾ ഇന്നലെ കൊണ്ട വെയിലാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന തണൽ എന്ന് പറയുന്നത്. തീർച്ചയായും. ഇന്നത്തെ കാലത്ത് അണുകുടുംബങ്ങളിലേക്ക് മാറി. പണ്ടത്തെ മാതിരി കൂട്ടുകുടുംബത്തിന് പ്രസക്തി ഇല്ലാതെ. തീർച്ചയായും. അപ്പോൾ അതുകൊണ്ടാണ് ഈ പത്മരാജന്മാരും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും. അതുകൊണ്ട് ഇനിയൊരു പത്മരാജന്മാരുണ്ടാവരുത്. അതേപോലെ വയോധികരായിട്ടുള്ള പത്മരാജനാവാം, അതൊരു അമ്മയും ആകാം. തീർച്ചയായും.